ശരീരങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാവങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാർ പ്രിയോ സ്നേഹമായിരുന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവരുടെ വിശുദ്ധ വഴികളിൽ നടന്നുകൊണ്ടും പുതിയ ജീവൻ നയിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതിയതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറയുവേൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് പൂർണ്ണമായി പാപം ചെയ്തിരിക്കുന്ന ഏറ്റുപറയും. സത്യമായ ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴിയെ കേൾപ്പേൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന എവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തൊക്കോണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തു യേശുപ്പാൻ ലോകത്തുള്ള വിശ്വാസിയും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാവം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെ നമ്മുടെ സഹോദരൻ ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മകർമ്മയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവർ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിൽ ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യദായക ഞാൻ നിന്റെ സൗഖ്യ പ്രശ്നത്താൽ സർവസൃഷ്ടിയെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന രോഗാശാന്തിയുടെ ദൈവമേ, നിന്റെ സൗഖ്യത്തിൻ്റെ ശബ്ദം ശ്രവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സൗഖ്യപ്രവർത്തനം ഉൾക്കൊള്ളുവാനും കിടക്കെടുത്ത് നിന്റെ ശക്തിയെ മൊത്തയും പ്രഘോഷിപ്പാനും ഞങ്ങളെ സജ്ജരാക്കണമേ. ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾക്ക് ആവശ്യമായ ശക്തി പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവസൃഷ്ടിയെ അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെയും ക്ലേശങ്ങൾ ഞങ്ങൾ വിടുവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിരന്തരം ഞങ്ങൾ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവിടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നു. പഴയ നിയമ വേദഭാഗം ഫസ്റ്റ് ലെസൺ. The first lesson from Leviticus takes from Job chapter 42, verses 1 to 12. Job chapter 42, verses 1 to 12. Then Job answered the Lord God, I know, Lord, that you are all powerful, that you can do everything you want. You ask how I dare question your wisdom. When I am so very ignorant, I talk about things I cannot understand. About marvels too great for me to know. You told me to listen while you spoke, and to try to answer your questions.
In the past, I knew only what others had told me, but now I have seen you with my own eyes. So I am ashamed of all I have said and repent without ashes. After the Lord had finalized speaking to Job, he said to Eliphaz, I am angry with you and your two friends, because you did not speak the truth about me, as my servant Job did. Now then, take 7 bulls and 7 rams to Job, and offer them as a sacrifice for yourselves. Job will pray for you, and I will answer his prayer, and not disgrace you as you deserve. You did not speak the truth about me as you did. Eliphaz, Bildad, and Zophar did what the Lord had told them to do, and the Lord answered Job's prayer. Then, after Job had prayed for his 3 friends, the Lord made him prosperous again, and gave him twice as much as he had before. All Job's brothers and sisters and common friends came to visit him, and feasted with him in his house. They expressed their sympathy and comforted him for all the troubles the Lord had brought on him. Each of them gave him some money and a gold ring. The Lord blessed the last part of Job's life, even more than he blessed the first. Job owned 14,000 sheep, 6,000 cattle, 2,000 head of cattle, and 1,000 donkeys. Thank you. ദൈവമേ നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 6-ാം സങ്കീർത്തനം, Psalm 6. ഞാൻ കടന്നിരിക്കുന്നതിനോട് തന്നെ ഉണ്ടാകണമേ. യഹോവേ നിന്റെ പ്രാർത്ഥന കഴിക്കണമേ. എന്റെ കാര്യങ്ങൾ ആദ്യം രക്ഷിക്കുന്നു. എന്റെ ഞെട്ടം കൊണ്ട് തന്നെ നടന്നിരിക്കുന്നു. രാത്രി എന്റെ കിടക്കെ എടുക്കുന്നു. കണ്ണുനീർ കൊണ്ട് ഞാൻ എന്നെ കാണിക്കുന്നു. ഇത് വർദ്ധിക്കാനായ എന്നെ വിട്ട് യഹോവയുടെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. എന്റെ ശത്രുക്കളെല്ലാം ശ്രമിക്കും. അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. 2ാം പാഠം, സെക്കൻഡ് ലെസൺ. I must go on with me, although even there is nothing to be gained. I will go on in the vision of brilliance for the Lord. I know I am in Christ for 14 years, was caught up in the third heaven. Whether it was in his body or not of the body, I do not know. God knows, and I know that this man, whether in the body or a part of the body, I do not know, that God knows. Was brought up in paradise and heard in inexpressible things that has no one can only to tell. I will boast about a man like that, but I will not boast about myself, except for the sweetness. Even if my church choose to be good, I will not be good because I will speak the truth. But I repent, so no one will make things more of me than in the warrant of God. What I do or say, or become of these things, of surprisingly things of great revelation, for they is in order to keep me and become the government, and I will not be torn of my mind flesh, a messenger of a Satan, to torment me. These 3 things I pledge with the Lord to take me away from him.
But he said to me, My grace is sufficient for me, and the power of mine is made in the perfect in weaknesses. Therefore, I will boast all the most of glad about the weaknesses, so that Christ's power may rest in me. That is why, for Christ's sake, I delight in weaknesses, and also the insults, and all the hardship, and the burden of the friends. For I will be and weak and among the strong. I have made a fool of myself, but also a drop to me. I ought to have to become the counted by you, for I am not in the last, and to surprise the fault and super pursuits. Even though I am nothing, I prevail in demonstrating of all the things, and the mass of the truth and of apostles, including the signs and wonders of miracles. This is the word of God. ദൈവമേ നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. Gospel according to St. John chapter 5 verses 1 to 9. അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിലെ ആട്ടുവാതിക്കൽ ബെഥെസ്ദ എന്ന എബ്രായരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അതിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ശേരകൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തു കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കും അറിഞ്ഞോ, നിനക്ക് സൗഖ്യമാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനന് വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിന് എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്തു നടന്നു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കീർത്തനം 258, ഹിൻ നമ്പർ 258.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസം വിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുവാനും ആത്മാവിനും സത്യത്തിൽ അങ്ങ് ആരാധിപ്പാനും ഒരുക്കുന്ന കുറവുകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവങ്ങളെ സമർപ്പിക്കുന്നു. അല്പസമയം കർത്താവെ തിരുവചനം ധ്യാനിക്കുമ്പോൾ സ്വർഗീയ ആലോചനകളാൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശുശ്രൂഷിക്കുന്ന അടിയനെയും വചനം സ്വീകരിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെയും ഒരേപോലെ അനുഗ്രഹിക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത സൗഖ്യവും സമ്പൂർണതയും എന്നുള്ളതായ ചിന്തയാണ്. സൗഖ്യദായക ഞായറാഴ്ചയായിട്ട് നമ്മുടെ സിനഡ് വേർതിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പാടിയതായ പാട്ടുകളും വായിച്ചു കേട്ടതായ വേദഭാഗങ്ങളൊക്കെയും സൗഖ്യത്തെ സംബന്ധിച്ചുള്ള ചിന്തകളാണ് നൽകുന്നത്. ഇന്ന് പാടിയ ആ കീർത്തനം 258 ഞാൻ രോഗിയായി കിടന്നപ്പോൾ ആശ്വാസം നീ തന്നു, പാവദുഃഖത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു, ഈ ആയുസ്സുള്ള നാൾ ഒക്കെ നിന്നെ ഞാൻ പുകഴ്ത്തും. നമ്മൾ പാടിയത് എത്രമാത്രം മീനിങ്ഫുൾ ആണെന്ന് ചിന്തിക്കുക. ഹീലിംഗ് ആൻഡ് ഹോൾനെസ് എന്നുള്ള ചിന്തയാണ് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനുള്ളത്. സ്നേഹമുള്ള നവീൻ വായിച്ചതായ ഇയ്യോബിൻ്റെ പുസ്തകം എൻ്റെ 42-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. അതിൻ്റെ 12-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്: ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും 6,000 ഒട്ടകവും 1,000 ഏർ കാളയും 1,000 പെൺകഴുതയും ഉണ്ടായി. സർവ സൃഷ്ടിയും പൂർണ്ണതയിലേക്ക് നയിക്കുന്ന സൗഖ്യം. ഹീലിംഗ് ദാറ്റ് ലീഡ്സ് ഓൾ ക്രിയേഷൻ ടു പെർഫെക്ഷൻ. ഇയ്യോബിനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ അവൻ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനും ദോഷം വിട്ടകലനുമായിരിക്കുന്ന ഭക്തനായ മനുഷ്യനായിരുന്നു ജോബ്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു എന്നാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഭക്തനും നിഷ്കളങ്കനും ദോഷം വിട്ടകന്നതുമായ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് രോഗം കടന്നു വന്നത്? എന്തുകൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയത്? പ്രിയമുള്ളവർ, നമ്മൾ ചിന്തിക്കണം. തൻ്റെ മക്കളും സമ്പത്തും ആടുമാടുകളും എല്ലാം നഷ്ടപ്പെട്ടു പോയതായ സമയത്തും ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച വ്യക്തിയാണ് ഇയ്യോബ്. ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് ജീവിച്ചതായ സമയത്ത് തൻ്റെ ഭാര്യ പറയുന്നുണ്ട്, നീ ദൈവഭക്തിയെ ത്യജിച്ച് കളയുക, ദൈവത്തെ ത്യജിച്ച് കളയാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട് ഇയ്യോബ് പറയുന്നുണ്ട്, യഹോവ തന്നു, യഹോവ എടുത്തു,
യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളോട് പഠിക്കുമ്പോൾ അറിയാം, യോവിൻ്റെ മക്കള് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുപോയി. ആടുമാടുകളും സമ്പത്തും എല്ലാം നശിച്ചു. വിശ്വാസമില്ലാത്ത ഭാര്യയെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ മക്കൾ നഷ്ടപ്പെട്ട സമയത്ത് ഭാര്യ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടില്ല? യോവനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യമാണ്. ദൈവത്തെ നമ്മെ പഠിപ്പിക്കുന്നതായ ചിന്തയുണ്ട്. ഇങ്ങനെ യോവന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. ചില രോഗങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഞാൻ നിങ്ങളും അറിയാതെ ചിന്തിച്ചു പോകും, ദൈവം നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ ചില രോഗങ്ങളിൽ കൂടെ, പ്രതിസന്ധിയിൽ കൂടിയാണ് ദൈവം നമ്മെ കടത്തിവിടുന്നത്. എല്ലാം നഷ്ടപ്പെട്ടതായ അവസ്ഥയിലും ഇരട്ടിയായിട്ട് നൽകുന്നവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. അതുകൊണ്ടാണ് ഭക്തനായ യോബ് പ്രാർത്ഥിച്ചു, പണ്ടത്തെ നാളുകളെ പോലെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നമ്മൾ ചിന്തിക്കണം, കൊറോണ വൈറസ് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ട് 1 വർഷം തികയുകയാണ്. ഇതുമൂലം അനുഭവപ്പെടുന്നതായ യാതനകളും വേദനകളും നിരവധിയാണ്. തൊഴിലില്ലായ്മ, പലരുടെയും ജോലി നഷ്ടമായി, പലരും പട്ടിണിയാണ്. ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ നിരവധിയാണ്. നമുക്ക് പുറത്തിറങ്ങുവാൻ സാധിക്കുന്നില്ല. ഇതുമൂലം ഗാർഹിക പീഡനം വർദ്ധിച്ചതായിട്ട് പല റിപ്പോർട്ടുകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പലരും ഇന്ന് വീട്ടിൽ നിന്നുള്ള ജോലിയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും നാട്ടിലേക്ക് യാത്രയായി അവിടെ താമസിക്കുകയാണ്. നല്ല രീതിയിൽ നടന്നു വരുന്നതായ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അത് ഓൺലൈൻ വിദ്യാഭ്യാസമായി. അതുകൊണ്ട് വിദ്യാഭ്യാസം എപ്രകാരമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക. അനാവശ്യ സമ്മർദ്ദം, അൻസൈറ്റി, അതുപോലെ തന്നെ അപാരമായ ഭയമൊക്കെ നമ്മൾ ഭരിക്കുക. കോവിഡിന്റെ സെക്കൻഡ് വേവ് നമുക്കറിയാം, ഭയാനകമാണ്. അതിന്റെ വാക്സിൻ കണ്ടുപിടിക്കണമെങ്കിൽ നിരവധി വർഷങ്ങൾ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് അവസാനിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് എവിടെ നോക്കിയാലും ചിലർക്ക് നിരാശയാണ്. അതുപോലെ തന്നെ പാരിസ്ഥിതികമായ തകർച്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും അനീതികൾ പെരുകുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ക്വാറന്റൈൻ കഴിഞ്ഞതായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ലൈംഗിക ചൂഷണം. അതുവഴി ആരോഗ്യ പ്രതിസന്ധികൾ നിരവധിയാണ്. അപ്പോൾ ഭക്തനായ യോബിനെ പോലെ യോബിന്റെ ജീവിതത്തിൽ യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നത് യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി എന്നാണ് പറയുന്നത്. ഇന്ന് നാം നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. അപ്പോഴാണ് ദൈവം സമൃദ്ധിയായിട്ട് നമ്മെ അനുഗ്രഹിക്കുന്നത്. ഇന്ന് സുവിശേഷ വേദമായി വായിച്ചതായ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെ നമുക്കറിയാം. ഹീലിംഗ് പ്രൊക്ലെയിമിംഗ് ദ ഗ്ലോറി ആൻഡ് പവർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ മഹത്വത്തെയും ശക്തിയും പ്രഘോഷിക്കുന്നതായ സൗഖ്യമാണ്. യേശു ബെഥെസ്ദ കുളക്കരയിലെ 38 വർഷം രോഗിയായി കിടക്കുന്നവനെ സൗഖ്യമാക്കുകയാണ്. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പ്രത്യേകതയൊക്കെ പറയുന്നുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്.
അജകവാടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെഥെസ്ദ എന്ന വാക്കിന്റെ അർത്ഥം കരുണയുടെ വീട്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ശേരകൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തു കിടക്കുകയാണ്. പഴയ നിയമത്തിൽ നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ ആദ്യം പണിയുന്നത് ആറ്റുവാതിലാണ്. നെഹെമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മഹാപുരോഹിതനായ എലിയാശിവും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടുവാതിൽ പണിതു. എന്താണ് ആട്ടുവാതിൽ എന്നുള്ള ചിന്ത? ദേവാലയത്തിലേക്ക് ആടുകളെയും യാഗമൃഗങ്ങളെയും കൊണ്ടുവന്നിരുന്ന വാതിലായതുകൊണ്ടാണ് ഇപ്രകാരമായിട്ടുള്ള ഒരു പേര് ലഭിച്ചത്. അപ്പോൾ ബെഥെസ്ദ കുളവും ആട്ടുവാതിലൊക്കെയും വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഈ ബെഥെസ്ദ കുളക്കരയിലേക്ക് കർത്താവ് വരികയാണ്. ആ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിഭാസമുണ്ട്. അതത് സമയത്ത് ദൂരം നിന്ന് വെള്ളം കലക്കും. ഈ പ്രതിഭാസം എന്നാരംഭിച്ചോ എന്ന് വരെ നിലനിന്നോ ഒന്നും ആർക്കും പറയാൻ സാധിക്കുകയില്ല. വെള്ളം കലങ്ങുമ്പോൾ ആദ്യം ആരിറങ്ങുന്നുവോ അവന് രോഗസൗഖ്യം വരും. ഈ കാരണത്താൽ അവിടെ ധാരാളം ആൾക്കാർ കടന്നു വരിക പതിവായിരുന്നു. കാരണം അനേകർക്ക് സൗഖ്യം പ്രാപിക്കണം. സൗഖ്യദായനായ കർത്താവ് കുളക്കരയിൽ നിൽക്കുകയാണ്. അവിടെ 38 വർഷം രോഗം പിടിച്ചെടുക്കുന്ന ഒരു രോഗി കിടക്കുകയാണ്. ഈ രോഗിക്ക് യേശുവിനോട് പറയാൻ ഒരു ദൂതമുണ്ട്. 38 വർഷം ഞാനിവിടെ കിടക്കുക. യേശുവെ, നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ വന്നതാ, കുളത്തിന് കരയിൽ വന്നതാണ്. അതുകൊണ്ട് നിന്നേക്കാൾ എനിക്ക് പാരമ്പര്യമുണ്ട്. അയാൾ ഒരു കിടപ്പ് രോഗിയാണ്. നമുക്കറിയാം, ഇന്ന് വ്യത്യസ്തമായ രോഗാവസ്ഥകളാണ് പലർക്കും ഉള്ളത്. നടപ്പ് രോഗികളുണ്ട്, ഇരിക്കുന്നവരായിട്ടുള്ള രോഗികളുണ്ട്, പ്രത്യേക അവസ്ഥയിലായിരിക്കുന്ന രോഗികളുണ്ട്, ചെവി കേൾക്കാത്തവരുണ്ട്, സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്, കണ്ണ് കാണാത്തവരുണ്ട്. എന്നാൽ ഈ രോഗിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവൻ കുളക്കരയിലാണ്. 38 വർഷമായി അവൻ കാണുന്ന നിരവധി മുഖങ്ങളുണ്ട്. എന്നും കാണുന്ന ദൂതനുണ്ട്, എന്നും കാണുന്ന കുളമുണ്ട്, എന്നും കാണുന്ന ജനങ്ങളുണ്ട്. അവന് വേണ്ടത് നാണയത്തുട്ടുകൾ മാത്രമാണ്. 38 സംവത്സരം എന്ന് പറയുമ്പോൾ അവന്റെ ജീവിതത്തിന് നല്ലൊരു ഭാഗം നഷ്ടമായി എന്ന് നാം ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതാവസ്ഥയിൽ രോഗാക്ഷീണാവസ്ഥയിൽ കൂടി നാം കടന്നു പോകാറുണ്ട്. ഒരു ചിന്തകന് പറഞ്ഞു, വീണുവാണെങ്കിൽ ഈ കുളത്തിലേക്ക് ഒന്ന് ഉരുണ്ടു വീഴാമായിരുന്നു. കാരണം ഈ കുളത്തിൽ യഹൂദ മതത്തിന്റെ ജലമാണ് ഈ കുളത്തിലുള്ളത്. 38 വർഷമായി രോഗിയെ കിടന്നവനെ സുഖപ്പെടുത്തുവാൻ യഹൂദ മതത്തിന്റെ കുളത്തിലെ ജലത്തിന് സാധിച്ചില്ല. ഇവൻ സഹായം അഭ്യർത്ഥിച്ചില്ല. അവൻ ഒഴിവുകൾ പറയുക. പലപ്പോഴും ഞാൻ നിങ്ങൾ അങ്ങനെയാണല്ലോ. 7-ാം വാക്യത്തിൽ പറഞ്ഞ, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. അവൻ ബന്ധപ്പെട്ട് ചെല്ലുമ്പോഴേക്കും മറ്റൊരുത്തൻ അവന് മുമ്പായി ഇറങ്ങിയാണ്. അവന്റെ ചാൻസ്, അവന്റെ അവസരം നഷ്ടപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, യഹൂദ മതത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ സ്വന്തം രക്തത്തെയും സ്വന്തം മാംസത്തെയും സ്വന്തം ജനത്തെയും തിരിച്ചറിയുന്നതായ സാഹചര്യമുണ്ട്. ഇവനെ സഹായിക്കാൻ ആരുമില്ല. ഈ രോഗിയോട് കർത്താവ് അടുത്ത് ചെന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നമ്മോട് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? സൗഖ്യം എന്ന് പറയുന്നത് എന്താണ്?
ഇന്ന് സൗഖ്യദായി ഞായറാഴ്ച നമുക്ക് നൽകിയ ചിന്തയിൽ പറഞ്ഞിട്ടുണ്ട്, ശരീരത്തിലെ രോഗം മാറുന്നതാണോ സൗഖ്യം? പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇന്ന് രോഗം മാറുവാൻ വേണ്ടി ഞാൻ നിങ്ങൾ ചികിത്സിക്കുകയാണ്. സൗഖ്യം എന്ന് പറയുന്നത് ഒരാൾ ശാരീരികമായി സംഭവിക്കുന്ന മാറ്റമല്ല, അടിസ്ഥാനപരമായി ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന സമാധാന അന്തരീക്ഷമാണ്, പീസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയാണ്. സൗഖ്യം പൂർണ്ണമാകണമെങ്കിൽ ദേഹത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യമുണ്ടാകണം. ഇന്ന് മരുന്ന് കഴിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ രോഗം ഭേദമാകും, മനസ്സിന് സമാധാനം ഉണ്ടാകുകയില്ല, ആത്മാവിന് സമാധാനം ഉണ്ടാകുകയില്ല. ആരും ആശ്രയമില്ല എന്ന് തോന്നിയ സമയത്ത് യേശു അവനോട് പറഞ്ഞു, നിന്റെ കിടക്കയെടുത്ത് നടക്ക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാ ആശ്രയസ്ഥാനം നഷ്ടമാകുമ്പോഴാണ് നമ്മുടെ ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ്, ആരും ഇല്ലാതിരിക്കുമ്പോഴാണ് സർവശക്തനായ ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയും, ഈ ലോകത്തിന്റെ പ്രഭുവിൽ നീ ആശ്രയിക്കരുത്, ഈ ലോകത്തിന്റെ മനുഷ്യനെ നീ ആശ്രയിക്കരുത്, ഈ ലോക വൈദ്യന്മാരെ നീ ആശ്രയിക്കരുത്. 38 വർഷം നിന്നെ ചുമന്ന കിടക്ക, നീ കിടന്നതായി കിടക്ക, അതെടുത്ത് നടക്കുവാൻ വേണ്ടിയാണ് കർത്താവ് പറയുന്നത്. 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. കാരുണ്യത്തിന്റെ ഭവനത്തെ കൃപയുടെ ഭവനമാക്കി തീർത്തു. രോഗത്തെയും രോഗിയെയും സുഖമാക്കുവാൻ കഴിയുമെന്ന് കർത്താവ് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ട് എന്നുള്ളതാണ്. ഈ കാലഘട്ടം നമുക്കറിയാം, വളരെ ഭീതിയോടെ നമ്മൾ പോകുന്നത്. ഇത് 2-ാം പാഠമായി വായിച്ചതായ വേദഭാഗത്ത് നമുക്കറിയാമല്ലോ, 2 Corinthians 12-ാം അധ്യായം 1 മുതൽ 10 വരെ പൗലോസ് നൽകുന്ന ചിന്തകളാണ്. ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ ബലം നൽകുന്ന സൗഖ്യമാണ്. ഹീലിംഗ് ദാറ്റ് സ്ട്രെങ്തൻ ഇൻ വീക്ക്നെസ് ത്രൂ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ബലഹീനതയിൽ ബലം നൽകുന്ന അത്യന്തകരമായ ശക്തി. പൗലോസ് ഒരു പ്രശംസയാണ് പറയുന്നത്. അതിനുശേഷം തൻ്റെ ദമസ്കോസ് അനുഭവം വിവരിക്കുകയാണ്. തന്റെ മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പീഡന നിമിത്തം അറബിയിലേക്ക് പോയ സാഹചര്യത്തെക്കുറിച്ച് പറയുക. അതിനുശേഷം 3-ാം സ്വർഗത്തിന്റെ അനുഭവം വിവരിക്കുന്നുണ്ട്. ഞാൻ ചുരുക്കി പറയുകയാണ്. തന്റെ അപ്പോസ്തലത്തെ ചോദ്യം ചെയ്യുന്നവരോട് തന്നെ ദുഷിച്ചവരുമായ മറുപടിയായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. തന്റെ കഷ്ടപ്പാടിൽ ദൈവിക വെളിപ്പാടുകൾ ഉണ്ടാകുകയാണ്. ഇവിടെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. 1-ാം സ്വർഗത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഭൂമി മുതൽ വായുമണ്ഡലം വരെയുള്ളതായ ഭാഗമായ 1-ാം സ്വർഗം. 2-ാം സ്വർഗം എന്ന നക്ഷത്രങ്ങളുടെ വികാരവികാസായ 2-ാം സ്വർഗം. അവിടെ ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെയും ഉണ്ട് സ്ഥിതി ചെയ്യുന്നതായ സാഹചര്യം. 3-ാം സ്വർഗം എന്ന് പറയുന്നത് നക്ഷത്ര മേഖലകൾക്ക് അപ്പുറമുള്ള ഭാഗമാണ് 3-ാം സ്വർഗം. അപ്പോൾ പൗലോസ് വലിയൊരു ദർശനം കാണുകയാണ്. 3-ാം വാക്യത്തിൽ ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു എന്ന് പറയുക. പർദീസ ഒരു പേർഷ്യൻ വാക്കാണ്, നമുക്കറിയാം. പേർഷ്യൻ ചക്രവർത്തി അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട അതിഥിക്ക് നൽകുന്ന രാജകീയമായിട്ടുള്ള സ്വീകരണമാണ് പർദീസ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. രാജകീയമായ ഉദ്യാനത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട അതിഥിയെ സ്വീകരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം അവസരം നൽകുന്നതായ സാഹചര്യം. ഈ ഉദ്യാന കൃത്യമായി ഇരുവരും സംസാരിക്കും. ചക്രവർത്തിയും ഇഷ്ടപ്പെട്ട അതിഥിയും അന്യോന്യം ഇടപെടുവാനും സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്കുമാണ് ഈ ഉദ്യാനത്തിൽ അവർ സമ്മേളിക്കുന്നത്. ഇവിടെ പൗലോസ് പറഞ്ഞ ചിന്ത അനുസരിച്ച് ഇവിടെ ചക്രവർത്തി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അതിഥി ഗസ്റ്റായി വന്നിരിക്കുന്ന വിശുദ്ധ അപ്പോസ്തലനായ പൗലോസാണ്. ദൈവമായി ഏറ്റവും അടുത്തിടപെടുവാനുള്ള ഒരു സ്വകാര്യ അവസരം ലഭിച്ചിരിക്കുകയാണ്.
എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ കോവിഡിന്റെ കാലഘട്ടത്തിലും ശാരീരിക ക്ഷീണാവസ്ഥയിലും ദൈവവുമായിട്ട് അടുത്തിടപെടുവാനുള്ള ഒരു അവസരം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. പൗലോസ് തന്റെ ശാരീരിക വേദനയെക്കുറിച്ച് പറയുകയാണ്. കാൽവിൻ എന്ന ചിന്തകൻ പറയുന്നത് പൗലോസിന്റെ ആധ്യാത്മികമായിട്ടുള്ള പരിശോധനയുടെ കാലഘട്ടം. ലൂതർ എന്ന ചിന്തകൻ പറയുന്നത് പൗലോസ് അനുഭവിച്ച എതിർപ്പും പീഡനങ്ങളും. ഒരു ചിന്ത പറഞ്ഞു പൗലോസിന് അവസ്മാരം പോലെ രോഗമായിരുന്നു, മറ്റുള്ളവർ സാത്താന്യ രോഗമായിരുന്നു, അസഹനീയമായിട്ടുള്ള വേദനയുള്ളതായ രോഗമായിരുന്നു. പൗലോസ് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ രോഗങ്ങളൊക്കെയും ദൈവം എനിക്ക് നൽകിയത്? ആത്മീയമായ നിഗളം വരാതിരിക്കാനുള്ളതായ ഉപാധിയായിരുന്നു എന്ന് പൗലോസ് തന്നെ പറയുകയാണ്. അവിടെ പ്രിയമുള്ളവരെ, ശാരീരിക ക്ഷീണാവസ്ഥകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം വിനയാന്വിതരായി തീരുക. പൗലോസിന്റെ രോഗം ശൂലം മാറാൻ 3 വട്ടം കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്നാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസിനോട് കർത്താവ് പറയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. പൗലോസ് കർത്താവിന്റെ കൃപ ധാരാളമായി അനുഭവിച്ചു. ഈ കോവിഡിന്റെ കാലഘട്ടത്തിലും ദൈവത്തിന്റെ കൃപ മതി നമുക്ക്. അത്ഭുതകരമായി അതിശയകരമായി ദൈവം നമ്മെ വഴി നടത്തും. പൗലോസ് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉദരവും ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. കാരണം കർത്താവിന്റെ കൃപ പൗലോസിന്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവർ, നമ്മൾ ചിന്തിക്കുക, നാം ചെയ്യുന്നതായ ഏത് കാര്യവും എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ പലതും നമുക്ക് മാറ്റി നിർത്തുവാൻ സാധിക്കും. നമ്മുടെ ശുശ്രൂഷ ആയിക്കോട്ടെ, നമ്മുടെ ജീവിതമായിക്കോട്ടെ, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പൗലോസ് ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. കാരണം എന്നെ ശക്തനാക്കുന്നവനുണ്ട്. എന്നെ ശക്തനാക്കുന്ന സകലത്തിലും മതിയായവനെന്ന് പൗലോസ് പറയുക. ഈ സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ ശാരീരിക ക്ഷീണതകൾ, ബലഹീനത അനുഭവിക്കുമ്പോഴും കർത്താവിന്റെ കൃപയാൽ കർത്താവ് എന്നെ ശക്തീകരിക്കുകയാണ്. 1 പത്രോസ് 4:14 പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്നെ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മുടെ ജീവിതത്തിൽ നിന്നകൾ സഹിക്കേണ്ടി വന്നാൽ നമ്മൾ ഓർത്തോളം അത് ഭാഗ്യകരമായ അവസ്ഥയാണ്. കാരണം ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കാൻ പോവുകയാണ്. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ഇന്ന് നമ്മൾ വലിയ പ്രയാസങ്ങളുടെ മധ്യത്തെയാണ് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്നാൽ ആരോഗ്യമുള്ള നിരവധി ജീവിതങ്ങളുണ്ട്. എന്നാൽ കർത്താവിന് വേണ്ടി നാം ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം സമൃദ്ധിയായിട്ട് നമ്മെ അനുഗ്രഹിക്കുക. അതിൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കുക, ഇന്ന് സൗഖ്യദായ ഞായറാഴ്ചയാകുമ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളും തമ്പുരാന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുക. ബെഥസ്ദ കുളക്കരയിലെ രോഗിയോട് യേശു പറഞ്ഞു, നിനക്ക് സൗഖ്യമാൻ മനസ്സുണ്ടോ? യോ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നൊക്കെയും യോന് ഇരട്ടിയായി കൊടുത്തു. ഈ കോവിഡ് കാലത്തിൽ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടുവോ അതെല്ലാം തിരികെ തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഇങ്ങനെ യോവിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. നഷ്ടപ്പെട്ടതായ ജീവിത സാഹചര്യങ്ങളിൽ നാം വേദനപ്പെടുമ്പോൾ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സൗഖ്യമാക്കുന്ന സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും വിശുദ്ധാത്മാവ് ദൈവത്തിനും സകല ബഹുമാനവും മഹത്വം കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് നിക്കിയ വിശ്വാസ പ്രമാണം ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ കാണപ്പെടുന്നതിനും കാണപ്പെടാത്തതുമായുള്ള സർവശ്രേഷ്ഠനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് ഏകജാതനപുത്രനായ കർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവൻ സർവ്വതങ്ങളിൽ ജനിക്കപ്പെട്ടവൻ, ദൈവത്തിന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിന് സത്യദൈവം, ജനിക്കപ്പെട്ടുണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിന്റെ ദൈവത്വമുള്ളവൻ. അവൻ അച്ഛനുണ്ടായി, അവൻ മനുഷ്യനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗം ഇറങ്ങി, പരിശുദ്ധാത്മാവിനെ കന്യകയിൽ വെച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, കഷ്ടപ്പെട്ടെടുക്കപ്പെട്ടു, തിരുവനന്തപുരം ഉയർത്തിനേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ള മനുഷ്യനായി ഇപ്പം മൊത്തോട് വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിന് പുറത്തുപെടുന്നവനും പിതാവിന് തോന്നിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രാവശ്യം പറച്ചിലും പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലരെയും വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. പാപത്തിലെ ബപ്തിസ്മയെ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനു വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. നോട്ടീസ് അയച്ചിട്ട് കാര്യങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. ഈ വരുന്ന ബുധനാഴ്ച നമ്മുടെ ആഷ് വെനസ്ഡേ ആകുന്നുവല്ലോ. പതിവ് പോലെ 7 PM ആരാധന ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ആരാധന സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ആരെങ്കിലും വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്ന് കൈവക്കിയാൽ വളരെ ഉപകാരമായിരുന്നു. 1 2 3 4 5 6 7. ഓക്കെ, താങ്ക് യു. അപ്പോൾ കമ്മ്യൂണിയൻ സർവീസും ഉണ്ടായിരിക്കുന്നതാണ്. കടന്നു വരാൻ സാധിക്കുന്നവല്ലോ കടന്നു വരിക. നമ്മുടെ CSI സഭയെ സംബന്ധിച്ച് നോയമ്പ് ആരംഭിക്കുന്നുവല്ലോ. നെക്സ്റ്റ് സൺഡേ 9 AM നമ്മൾ വർഷിപ്പ് ആരംഭിക്കുന്നു. ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരിക്കും. ഇന്ന് ദശാംശം തൈത്ത് സമർപ്പിക്കേണ്ട സൺഡേ ആണ്. പാട്ടുപാടുന്ന സമയത്ത് മുന്നോട്ട് വന്ന് ദശാംശം സമർപ്പിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവകൃപയാൽ നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നല്ല രീതിയിൽ നടത്തപ്പെടുവാൻ വലിയവനായ ദൈവം ശക്തീകരിച്ചു. സഹകരിച്ച എല്ലാവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ്. നമുക്കറിയാം, ഓൺലൈനിൽ അതുപോലെ തന്നെ ഓഫ്ലൈനിലൊക്കെ ആയിട്ടാണ് നമ്മൾ ക്രമീകരിച്ചത്. ഇതിന് നേതൃത്വം നൽകിയ റിജിത് ഡുവൻ, കോശി പി തോമസ്, മിനു പി മാത്യു, ബാബു മാത്യു, റിജി ആൻറ്റി, പൊന്നമാൻറ്റി, അതുപോലെ ലേലം എക്കാലത്തും വിജയിപ്പിക്കുന്ന ജെറൻഡി ജോർജ് സാറാണ്. അതുപോലെ ഷായിച്ചാനുണ്ടായിരുന്നു, വി സി എബ്രഹാം, സച്ചിനുണ്ടായിരുന്നു, ഷെബിനുണ്ടായിരുന്നു, ഐവാനുണ്ടായിരുന്നു, ഏബിലുണ്ടായിരുന്നു, മിഥുൻ എല്ലാം സഹകരിച്ചു. വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുക. ഈ കോവിഡ് കാലഘട്ടത്തിൽ എപ്രകാരം നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നടത്തുമെന്നുള്ള ചിന്ത നമ്മെ ഫലിച്ചപ്പോൾ പല പ്രതിസന്ധികളാണ് നാം അഭിമുഖീകരിച്ചത്. അതുകൊണ്ടാണ് നവംബർ മാസം നടത്തുന്നതായ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നടത്തിയത്. അതുകൊണ്ട് വലിയവനായ ദൈവത്തിന് നന്ദി കരയറ്റുന്നതോടൊപ്പം തന്നെ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ട നന്ദി സ്നേഹം അറിയിക്കുക. ഓൺലൈനിൽ ഓപ്ഷൻ 1,40,000 അല്ലേ ലഭിച്ചു. ഭവനങ്ങളിൽ ഇരുന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ ആത്മാർത്ഥമായി സഹകരിച്ചു. എൻ്റെ കവർ കളക്ഷൻ 1,42,000 ലേല ഇനത്തിൽ 2,82,700 ദൈവകൃപയാൽ 4,30,700 അല്ലേ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇതിൽ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടുള്ള നന്ദി സ്നേഹം അറിയിക്കുക. പ്രിയമുള്ളവരെ, എന്ത് പ്രതിസന്ധി വന്നാലും നാം ഒരുമിച്ച് ആയിരിക്കുമ്പോൾ ദൈവം നൽകുന്ന മുഖാന്തരങ്ങൾ അത് വിലപ്പെട്ടതാണ്. അവിടെയാണ് നാം ദൈവിക മഹത്വം തിരിച്ചറിയേണ്ടത്, ദൈവം നൽകിയ കഴിവുകളും തിരിച്ചറിയേണ്ടത്. നമുക്കറിയാം, നമുക്ക് നെറ്റ് കണക്ഷൻ ഇല്ലായിരുന്നു. സ്നേഹമുള്ള റിജിത്ത് അതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ പല ആവശ്യങ്ങളും നിവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. ചർച്ച് കൺസൾട്ടൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രോമിസ് എമൗണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം. വളരെ ദ്രുതഗതിയിലാണ് നമ്മുടെ പണിയൊക്കെ മുന്നോട്ട് പോകുന്നത്.
കാരണം നമുക്കറിയാം, നമുക്ക് പേപ്പറെല്ലാം ക്ലിയർ ആണെങ്കിലും ഈ ഉയർന്നു വരുമ്പോൾ പലർക്കും, അയൽക്കാരായിട്ടുള്ള പ്രിയപ്പെട്ടവർക്കും അല്ലാത്തവർക്കൊക്കെയും ചെറിയ ചെറിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അച്ഛ നിലയിലാണ് പറയും, ഞാൻ ആരോടും നിങ്ങൾ പറയുന്നില്ല. കാരണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാമെങ്കിൽ അത്രയും നല്ലതാണ്. ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ചെറിയ പള്ളി എന്ന് പറഞ്ഞിട്ട് വലിയ പള്ളിയാണല്ലോ എന്ന്. നമ്മുടെ സെല്ലാറെ കാണുമ്പോൾ തോന്നുന്നു അങ്ങനെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതായ ആവശ്യകത വന്നിരിക്കുകയാണ്. ഈ നാളുകളിൽ അതിനുവേണ്ടി ഉത്സാഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അത് എത്രയും പെട്ടെന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും. അവിടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഞാൻ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ നാളുകളിൽ ആരാധന അവസാനിക്കുന്ന സമയത്ത് കൺസെഷന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുള്ളൂ. ഇന്ന് സ്നേഹമുള്ള റിജിത്താണ് പ്രാർത്ഥിക്കുന്നത്. അത് ഇംഗ്ലീഷിലായിക്കോട്ടെ മലയാളത്തിലായിക്കോട്ടെ, നമ്മൾ പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ പണി പെൻഡിങ് ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും എന്നോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, സുഹൃത്തുക്കൾ, ഈ പ്രിയപ്പെട്ടവരിന്നൊക്കെയും ഫണ്ട് കളക്ട് ചെയ്യുന്നത് അനുഗ്രഹമായിരിക്കും. അങ്ങനെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഈ നാളിൽ നമുക്കറിയാം, നമ്മുടെ ഗായസംഘം അവൈലബിൾ അല്ല. ആ വലിയൊരു ശുശ്രൂഷ നിർവഹിക്കുന്നത് നമ്മുടെ ഓസോ ചെറുപോൾ ലൂക്കാങ്കളും ഫാമിലിയാണ്. ശിവൻകോശി ഞങ്ങൾ വായിച്ചു കൊടുക്കും. ഒരു ഭവനത്തിന് പാടിയാണ് നമുക്ക് നൽകുന്നത്. അങ്ങനെ ഇന്ന് ആരാധന സംബന്ധിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ കുടുംബത്തിലുള്ള നന്ദി ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പരസ്പര സഹകരണ ആശ്രയത്തോടെയാണ് നമ്മുടെ ശുശ്രൂഷകളൊക്കെ നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഷെല്ലാൻഡി ആണെങ്കിൽ മുനിസിപ്പൽ ഉറപ്പിൽ ലഭിച്ചതായ തുക അത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. എനിക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളെ ഈ സഭയിൽ നിന്ന് പോകേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അവന്ന് ബിഷപ്പ് തിരുമേനി ആവശ്യപ്പെടുന്ന വർഷം എനിക്കറിയാം. എന്നാൽ ഇതിനൊക്കെ ഉത്തരവാദിത്വം ഈ നാളുകളിൽ വളരെ പ്രാർത്ഥനയോട് ഓടാവുന്ന എല്ലാവരും ഞാൻ ഓടുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് ഈ നാളിൽ നിങ്ങളുടെ കൈത്താങ്ങലാണ് വേണ്ടത്. വരും നാളുകളിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, നിങ്ങൾ വല്ലവണി നടക്കുമോ? ഇന്ന് മർത്തോമയ്ക്ക് 7 സെൻ്ററാണ് ഉള്ളത്. നമ്മുടെ തലമുറയ്ക്ക് അത് അനുഗ്രഹമായി തീരണം. അവിടെ എല്ലാവരുടെയും സാന്നിധ്യ സഹകരണം ഉണ്ടാകണം. ചർച്ച് കൗൺസിൽ ചെറിയാൻഡി ജോർജ് സാർ കഴിഞ്ഞ ആഴ്ചയിൽ 1 ലക്ഷം രൂപ നൽകുകയുണ്ടായി. അതുപോലെ നിതിൻ കോശി 50,000 രൂപ. അതുകൊണ്ട് നമ്മൾ ഏറ്റിരിക്കുന്ന ഫണ്ട് നിങ്ങൾക്കറിയാം, അത് എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് അനുഗ്രഹമായി തീരും. നമ്മുടെ ഫണ്ടൊക്കെ കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച് പ്രിയപ്പെട്ടവർ, ഈ നാട് നേരത്തെ നൽകുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരുമിച്ച് നാം ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അധികമായി ശക്തീകരിക്കുന്ന പറയുന്നത് നമ്മൾ ചിന്തിക്കണം. കാരണം ഒരു ദേവാലയം പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പം നമ്മുടെ ആത്മാർത്ഥമായ സഹകരണവും സാന്നിധ്യമൊക്കെ ഉണ്ടാകണം. ഈ നാളിൽ ലാൻഡിൽ ചെല്ലുന്നവരത് പലരും കണ്ടിട്ട് എന്നെ വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. സാമ്പത്തിക സഹകരണങ്ങൾ ആവശ്യപ്പെടുകയാണ്. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അതിന് ശേഷം ടൈത്ത്, ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുന്നു. മിസ്റ്റർ അമിത് സുമൻ, മിസ്സസ് സറീന സാറ യോഗാൻ, മിസ് എവലീന ജെയിൻ, മിസ്സസ് റിനു ഇറ്റി, മിസ്സസ് ജെസി തോമസ് ജോർജ്, മിസ്സസ് ഓമന ഷാജു. വെഡിങ് ആനിവേഴ്സറി മിസ്സസ് ആൻഡ് മിസ്റ്റർ ജേക്കബ് പുന്നൂസ്, മിസ്സസ് ആൻഡ് മിസ്റ്റർ സമൽകുട്ടി എ. അതിൻ്റെ ശേഷം ടൈറ്റ്സിൻ്റെ പ്രാർത്ഥന. ബർത്ത്ഡേക്കുള്ള ഒരു പാട്ട് പാടും മുമ്പോട്ട് വന്നുതരാം. Yeah.
എൻ മനമേ യഹോവ വാഴ്ത്തുക, എൻ്റെ സർവാന്തരീക്ഷനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവന്റെ പരിപാലകനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന പ്രിയ മക്കളെ ദൈവത്തിൽ സമർപ്പിക്കുന്നു. നിന്റെ മക്കളെല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ ആവശ്യമായ ബുദ്ധി, ജ്ഞാനം, വിവേകം പ്രദാനം ചെയ്യണമേ. വിവിധ മേഖലയിൽ അധ്വാനിക്കുന്ന പ്രയത്നിക്കുന്ന എല്ലാ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമേ. കുടുംബസ്ഥരായ പ്രിയപ്പെട്ട അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വരും നമ്മളെ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. വെഡിങ് ആനിവേഴ്സറി. സകല കുടുംബങ്ങൾക്കും കാരണഭൂതനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ച വിവാഹവർഷം ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം നൽകിയ എല്ലാ മുഖാന്തരങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന അതിനെ ഭക്തനായ യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയാൻ തക്കവണ്ണം ശക്തീകരിക്കണമേ. സന്താപകാലത്ത് സന്തോഷകാലത്ത് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ശക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. പുതിയ വർഷം പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് ദാനമായി കൊടുത്തിരിക്കുന്ന മക്കളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത്യധികമായി ശക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ അളവറ്റ കരുണയും കാവലും സംരക്ഷണം കൂടിയിരിക്കണമേ. പ്രത്യേകിച്ച് നിരസനയിൽ കടന്നിരിക്കുന്ന സൂസനാൻ്റെയും ഭർത്താവിയും നിരസനങ്ങളൊക്കെ ദൈവം സമർപ്പിക്കട്ടെ. ധാരാളമായിട്ടുള്ള നന്മകളെ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വോരു നന്മകളാൽ അനുഗ്രഹിക്കണമേ. യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. പാട്ടുപാടുന്ന സമയത്തായിട്ട് ദശാംശം സമർപ്പിക്കാം. കീർത്തനം 230, ഈ നമ്പർ 230. എല്ലാവർക്കും എഴുതി നോക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ദൈവം സമർപ്പിക്കാം. ഈ വിശുദ്ധ ദിവസം വിശുദ്ധാലയത്തിലായിരിക്കാൻ വലിയവനായ ദൈവം ശക്തിയിരിക്കുന്ന വൻ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ CSI സഭയെ ദൈവങ്ങൾ സമർപ്പിക്കാം. നേതൃത്വം നൽകുന്ന മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനഡ് ഭാരവാഹികൾ, എല്ലാ ബിഷപ്പുമാരെയും ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. മേഴക ഡയസിന് ബിഷപ്പായിരിക്കുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ S. സോളമൻ രാജ് ബിഷപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം.
മധ്യകേരള മഹായുടെ ബിഷപ്പായിരിക്കുന്ന റൈറ്റ് ഡോക്ടർ മലയിൽ സാവു കോശി ചെറിയാൻ തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ നാളുകളിൽ സഭയായി ഞങ്ങളവിടെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സഭയിൽ ശുശ്രൂഷ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി നന്ദിയോടെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നേരത്തെ നടന്ന ചർച്ച കമ്മിറ്റികൾ, ബിൽഡിംഗ് കമ്മിറ്റികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കുമായി സ്തുതിക്കാൻ സ്വാഗതം ചെയ്യാം. വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൈദരാബാദ് ദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സമർപ്പിക്കാം. രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് നല്ല വിധനായ യേശു കർത്താവ് പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ അങ്കിളുമാരെ, അൻഷിമാരെ ദൈവങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ സൺഡേ സ്കൂളിനെ ദൈവങ്ങളെ സമർപ്പിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, പഠിപ്പിക്കുന്ന അധ്യാപകരെയും ദിവ്യജ്ഞാനത്തിൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഗായസംഘത്തിനായി നിന്നോട് സ്വാഗതം ചെയ്യാം. യൂത്ത് മൂവ്മെൻറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വുമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നിന്നോട് സ്വാഗതം ചെയ്യാം. നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ദൈവങ്ങളെ സമർപ്പിക്കാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം വഴി നടത്തിയ വിധങ്ങൾക്കായി നന്ദിയോടെ സ്വാഗതം ചെയ്ത് പ്രാർത്ഥിക്കാം. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുന്ന കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് സബലീകരിക്കുകയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയ മക്കൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ സ്തുതിക്കാം. നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പലവിധമായ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് സൗഖ്യതായ ഞായറാഴ്ചയായി ദൈവാസനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവെ, നിന്റെ കരുണയാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് പ്രതിവാക്യമായിട്ട് എഴുതിച്ചൊല്ലാം. കർത്താവെ, അങ്ങയുടെ കരുണയാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് പ്രതിവാക്യമായിട്ട് എഴുതിച്ചൊല്ലാം. സർവജ്ഞാനിയായ ദൈവമേ, നീയാകുന്നവനായ എല്ലാത്തിനു വേണ്ടി ഞങ്ങൾ സ്തുതിക്കുകയും സ്തോത്രം കരറ്റുന്നു. നിന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത സകലത്തിനു വേണ്ടിയും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് ഞങ്ങളുടെ വാക്കുകൾക്കും ബുദ്ധിക്കും അതീതനാണ്. അങ്ങ് കാലത്തിനും അതിരുകളില്ലാത്തവനും പരിധികളില്ലാത്തവനും നിത്യനും അതേസമയം നിന്റെ മക്കളായ അടിയങ്ങളുമായി സദാ സമ്പർക്കം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നവനുമാണെന്ന് ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾ ഒന്നായി അങ്ങയെ ആരാധിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യവും സൗഖ്യത്തിൻ്റെ ശക്തിയും നിന്റെ മക്കളായ ഞങ്ങളുള്ള അങ്ങയുടെ അടുപ്പം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അധികാരം കൈയാളുന്ന എല്ലാവർക്കുമായി, പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജ്യത്തെ നേതാക്കൾക്കായി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, അഭിഭാഷകർ, എല്ലാ ചീഫ് എക്സിക്യൂട്ടീവുകൾ എന്നിവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിത നിലവാരത്തിൽ മാറ്റം വരുത്തുന്ന തരത്തിൽ ആളുകളെ സേവിക്കുവാൻ അങ്ങയുടെ സഭയെയും അതിന് നേതൃത്വത്തെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുരിതം അനുഭവിക്കുന്നവർ, ദരിദ്രർ, വിശക്കുന്നവർ, നിരാലംബരായവർ, അടിച്ചമർത്തപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, തൊഴിലില്ലാത്തവർ, രോഗികൾ എന്നിവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഭയം, നിരാശ, ഏകാന്തത, അനിശ്ചിതത്വം, ആശയക്കുഴപ്പം എന്നിവയാൽ മുറിവേറ്റാൻ ഞങ്ങളുടെ ലോകത്തിനായി അങ്ങയുടെ കൃപ ഞങ്ങൾ യാചിക്കുന്നു. ഹൃദയങ്ങളെയും മനസ്സുകളെയും പുതുക്കലിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ രോഗശാന്തിയിലേക്കും പൂർണ്ണതയിലേക്കും ഞങ്ങളെ പുനഃസ്ഥാപിക്കണമെന്ന് പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികളോടും ദുരിതം അനുഭവിക്കുന്നവരോടും അങ്ങയുടെ സ്നേഹം പങ്കുവയ്ക്കുന്ന രാജ്യത്തുടനീളം വിദേശത്തുമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും CMIയിലെ വ്യക്തിഗത അംഗങ്ങൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗശാന്തി ശുശ്രൂഷയിൽ വിവിധ തലങ്ങളിൽ സംഭാവന ചെയ്യുന്ന എല്ലാവർക്കുമായി, പ്രത്യേകിച്ച് ഡോക്ടർമാർ, നേഴ്സുമാർ, ചാപ്ലൈനുകൾ, അനുബന്ധ രോഗ പ്രൊഫഷണലുകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഐക്യത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കുവാനും അങ്ങയുടെ സൃഷ്ടിയുടെ ക്ഷേമത്തിനും പുനഃസ്ഥാപനത്തിനുമായി പ്രവർത്തിച്ച് അങ്ങ് യഥാർത്ഥത്തിൽ സേവിക്കുവാനും അങ്ങയുടെ കൃപ നൽകണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തന്നെയാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ശ്വാസം സുഖവും നാം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദാനാർപ്പണത്തിന് അപ്പുറത്ത് ശുശ്രൂഷയുമായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പിതാ സഹോദരി സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരവുമാകുന്നു. അപ്പോൾ നാം വളരായ ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരു അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. സ്നേഹത്തിൻ്റെ സമാധാനമായി കൈസ്വരി സ്വീകരിക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കീർത്തന 245, നമ്പർ 235.
നമുക്ക് നമ്മുടെ ദാനങ്ങളെ നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രിയത്തിന്റെ രക്തത്താൽ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തര യോഗ്യരായ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളുടെ ദാനങ്ങളെ നീ കൈക്കൊണ്ട് നിന്റെ മതത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് മുട്ടുകുത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവീൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളെല്ലാ സ്ഥലങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറിയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങൾ കർത്താവുമായ യേശു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശത്തെയും ഭൂമിയെ എല്ലാ സ്ഥലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് മാരോടും സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള വ്യാകുല സ്നേഹം കൊണ്ട് നിന്റെ ദൈവത്തിനായ യേശു ക്രിസ്തു ഞങ്ങളുടെ മനുഷ്യവാദെടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായ പുരുഷന്മേൽ മണലിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏക ഒരുപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിന്റെ പാവങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗം ഒരുപാടും പ്രതിശാന്തിയെയും തേക്കുകയും താൻ വീണ്ടും വരുവോളം തന്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടവിടാതെ ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തന്റെ വിശുദ്ധ സുവിശേഷങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ
അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർ കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ. അത്താഴം കഴിഞ്ഞ ശേഷം അപ്രകാരം ഞാൻ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവൻ കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും കുടിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചെയ്യപ്പെടുന്ന പുതിയ നിമിത്തമുള്ള എന്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾ കുടിക്കുമ്പോഴേക്കും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. അതുകൊണ്ട് പിതാവേ, നിങ്ങൾ കർത്താവായ തന്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവന്റെ മഹത്വമുള്ള പുനരുദ്ധാനത്തെ സ്വർഗ്ഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവന് നിങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി നിങ്ങൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ചൊരു കാലം ഒരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിരാശരായി ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കർമ്മപിതാവേ, നമ്മൾ നിരാനങ്ങളായ എപ്പത്തെയും ഇങ്ങനെയും നിരശിതാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവൻ വിവേചിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിലേക്കും പ്രാപിച്ചു ഞങ്ങൾ കർത്താവായ മനുഷ്യാന്തരയാകുന്ന അവനിലേക്ക് സകലത്തിൽ മുളകണമെന്ന് കൃപ നൽകണമേ. അവൻ മൂലമായി അവനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് അതിലേറെ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ പിതാവേ, നാം ശരിയാവണമേ. വിശുദ്ധ മേശയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വന്നുപോയ കുറവുകളെ ദൈവത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് കടന്നു വരാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നമ്മളിന്റെ വലുതായ കനവല്ലാതെ ഞങ്ങളെ ആശ്രയിച്ചുകൊണ്ട് മേശയിലേക്ക് വരുവാൻ തുനിയുന്നില്ല. നാം നോക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ?
ജീവന്റെ അപ്പമാകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം, സത്യാമന്ത്രിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം വിശ്വാസ വിശുദ്ധ മേശയിലേക്ക് കടന്നു വരാം. സത്യം തിരുവട്ടായ യേശു ക്രിസ്തുവിന്റെ
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയെ സമാധാനം നൽകുന്ന വാഴുക മാറട്ടെ. ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ സാക്രമെന്റ് വിശ്വാസാൽ കൈക്കൊണ്ട നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യപുത്രമായ യേശുമശിഹാൽ ഞങ്ങൾ മക്കളായി സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവൻ്റെ മഹാവിജയ രക്തമെന്ന ആത്മീയ ആഹാരമുണ്ട്. നീ ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാവമോചനത്തിനെ കുറിച്ച് വാഗ്ദാനം നൽകിയിരിക്കുന്നു. നിന്റെ വലിയ കാരണത്തെ എനിക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഞങ്ങളുടെ നിങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെയും ജീവനശ്വര യാഗമായി നമുക്ക് സമർപ്പിക്കുന്നു. അതാവുന്ന വ്യക്തിഷ്ടമായ ആരാധന ഞങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നമ്മൾ പൂർണ്ണമായ ദൈവം തിരിച്ചറിയേണ്ടതിന് മനസ്സ് തീരുമാനപ്പെട്ട് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ പോകുന്നതിനനുസരിച്ച് ഒടുവിൽ സ്വർഗ്ഗരാജ്യത്തിൽ സൗഖ്യമായി സന്തോഷിക്കേണ്ടതിന് കൃപ നൽകണമെന്നോട് വിശ്വസിക്കുന്നു. അവൻ നിന്നോട് പരിശുദ്ധാത്മാവിനോട് കൂടെ ഏകദൈവമായി ജീവിച്ചു വാഴുന്നുവല്ലോ. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം ദൈവത്തെ അവൻ്റെ പുത്രനും കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവുള്ള സ്നേഹത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ.
നമ്മുടെ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള പ്രാർത്ഥന ഇപ്പോൾ റിജിത്ത് എഡ്വിൻ ലീഡ് ചെയ്യുന്നതാണ്. മുണ്ടൂർ തരം. ഇന്നയോളം എന്നെ നടത്തിയിരുന്ന പാട്ടിൻ്റെ ഏതാനും ചരണങ്ങൾ പാടാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, നിന്റെ ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു നല്ല ഇടയൻ, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. Let me start with a verse from the Bible, from the book of Genesis, chapter 11, verses 4. Genesis, chapter 11, verses 4. They said, "Now let us build a city with tower that reaches the sky, so that we can make a name for ourselves and not be scattered all over the earth." Let us bow down our heads and pray. Our Father in heaven, we thank you, Lord, for making all of us gather in your presence this Sunday morning. Father God, we thank you for your faithful love that never ends and your mercy which never ceases. Lord, we especially pray for the church construction which is presently in progress. Building a church of our own has been a dream of this congregation over the last 50 plus years, and we thank you for getting all the approvals and for initiating the construction. God, we especially pray for our pastor and family, Lord, who has been leading this congregation from the front. Please grant your servants good health and energy for driving us through this construction process. God, we especially pray for design builders who have undertaken this project. We especially pray for Sejjan and Amjan who are basically front-ending this particular project, Lord. God, please shower your abundance of blessings on both of them and their organization. God, we especially pray for their team members who are there on site, who are working day and night to ensure that this construction gets over as soon as possible. Please bless them, please safeguard them each and every day, God. God, we especially pray for the finances which is required for the construction of this church. We know, Father God, it is only with your blessings that the funds flow will continue to complete the construction of the church as per the timelines. We thank you, Lord, for all the congregation members who have started contributing and who will be contributing towards the church construction, Father God.
We pray for each and every member of the church, God. Continue to show your abundance of blessings on this congregation. Thank you, Father God, for being a wall of fire and protection around this congregation. Please help each one of us to be united in Father God. God, we especially pray for the church building committee and the church committee who are involved in this construction project, God. Please guide us and strengthen us, God, in making the right decisions at the right time, God. We ask all these things in the name of our Lord and Savior Jesus Christ. Amen. കീർത്തനം 180, പിൻ നമ്പർ 180. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ.